സോ 12 മണി രാത്രി എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ് ആയിരുന്നു, ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അമ്മ എന്നെ ആദ്യം ഉമ്മ വെച്ച ദിവസമാണ്. അപ്പൊ ആസ് യൂഷ്വൽ എനിക്ക് ഷൂട്ട് ഉണ്ട്. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതാ, പക്ഷെ ഷൂട്ട് ഉള്ളുണ്ട്, ആ പരിപാടി ഒന്നും നടന്നില്ല. അപ്പൊ നമ്മളിപ്പോ പൊക്കൊണ്ടിരിക്കുന്നത് സാന്ത്വനത്തിന്റെ ഷൂട്ടിങ്ങിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങളത് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കായിരുന്നേ. അപ്പൊ ഒരാളൊരു സ്കൂട്ടം കൊണ്ട് വന്നിരിക്കുന്നത്, ഒരു കൂട്ടം കൊണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങള് അമ്മ ഇന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, രാവിലെ തൊട്ട് സുനാമിയുടെ കാര്യമൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ മീനുക്കുട്ടി ഉണ്ടല്ലോ, എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആട്ടോ. അപ്പൊ ഞാൻ നോക്കട്ടെ എന്ത് കൂട്ടമാണേ. എങ്ങനെ അറിയാ എനിക്ക് ഫെറോറ ഭയങ്കര ഇഷ്ടമാണ്? അമ്മ പറഞ്ഞാ? താങ്ക് യു. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറയട്ടെ, എന്തോ ജ്വല്ലറി ബോക്സോ എന്തോ ഒരു സംഭവം, ആ ഒരു ബോക്സ് കണ്ടായിരുന്നു ഫെറോറോ. അയ്യേ, അതിന്റെ ഒരു സത്യാവസ്ഥ ഞാൻ പറയട്ടെ, അത് എന്റെ ബോക്സ് അല്ല, അത് അവളുടെ ബോക്സ്. എടാ നീ ഈ ബോക്സ് ആണോ കണ്ടത്? ഫെറോറോ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് അത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇതെന്തുവാ? അമ്മയും കുഞ്ഞൊന്ന് കങ്കാരു. കങ്കാരു അത് തന്നെ. ഇപ്പൊ അമ്മയ്ക്കും എനിക്കും സിംബോളിക് ആയിട്ട് തന്നിരിക്കാന്ന്. താങ്ക് യു. ഇത് ഭയങ്കര സ്വീറ്റ് ഗിഫ്റ്റ് കേട്ടോ. താങ്ക് യു ചേച്ചി. അങ്ങനെ ഞാൻ റെഡിയായി ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷൂട്ടിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഗൈസ്. നമ്മുടെ പ്രൊഡ്യൂസർ ഇന്ന് എൻ്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മുടെ രാകേഷ് ചേട്ടൻ്റെ, നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് ഇന്ന് ബിരിയാണിയാണ് എന്ന് പ്രൊഡ്യൂസറിന്റെ വക. അപ്പൊ ഭയങ്കര സന്തോഷമായി. അപ്പം സർപ്രൈസ്ഡും ആയി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ അവിടെ വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു 2 പ്ലേറ്റ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബർത്ത്ഡേക്ക് ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു പായസം, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സ്വീറ്റ് ആവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഐഷു വാങ്ങിച്ചു തന്ന ഫെറോറോ റോഷർ തന്നെ എല്ലാരും കുറേശ്ശെ കഴിക്കാന്ന് വിചാരിച്ചേ. താങ്ക് യു. Nice. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കേക്ക് 1 രൂപ കോയിൻ തരാൻ പോവാണ്. Happy birthday to you. താങ്ക് യു. Thank you. Happy birthday to you. Yo. ഇത് 1 രൂപ ആണെങ്കിലും അതൊരു സ്നേഹ സമ്മാനമാണ്. Yes. Seriously. By heart. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ ഞങ്ങളുടെ കൺട്രോളറിന്റെ ബർത്ത്ഡേയും കൂടിയാണ്, രാകേഷ് ചേട്ടൻ കേട്ടോ. അപ്പം ഹാപ്പി ബർത്ത്ഡേ രാകേഷ് ചേട്ടാ. Thank you. അപ്പൊ നമ്മള് ചെറിയൊരു താങ്ക് യു. തിരിച്ച് ഹാപ്പി ബർത്ത്ഡേ പറ. അല്ല, നമ്മളിപ്പോ ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി ഇങ്ങനെ സെറ്റ് ആക്കി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. മേഘനയുടെ ബർത്ത്ഡേ കൂടിയാണ്, അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രഞ്ജിനി ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ രഞ്ജിനി ചേച്ചി വന്നിട്ട് നമ്മുടെ ഹെയർ ഡ്രസ്സർ ചേച്ചി അവിടെ വന്നിട്ട് പറഞ്ഞു, അതെ കേക്ക് വാങ്ങിക്കാനുള്ള ക്യാഷ് കളക്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആരോട് ചോദിച്ചാ, മീനുവിനോട്, നമ്മുടെ ഐശ്വര്യനോട് ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കേക്കോ എന്ന് ചോദിച്ചപ്പോ അല്ല മേഘനയുടെ അല്ല, രാകേഷിന്റെ. അപ്പൊ പറഞ്ഞു എന്റെയും കൂടെ ബർത്ത്ഡേ ആണ്, ഒറ്റയ്ക്കൊന്ന് കട്ട് ചെയ്യണം, എനിക്കൊന്ന് കാണണം. അതാ നമ്മുടെ കേക്കൊക്കെ അവിടെ റെഡിയായി. 2 കേക്ക് ഉണ്ട് കേട്ടോ. രാകേഷ് ചേട്ടന് ഒരു കേക്ക്, എനിക്കൊരു കേക്ക് കാണിച്ചു തരാം. പക്ഷെ ഇന്നത്തെ 2ാമത്തെ കേക്കാണ് ഞാൻ കട്ട് ചെയ്യണേ.
പേര് ഞാൻ ഇങ്ങനെ തിരിച്ചു വെക്കണേ, പേര് തിരിച്ചു വെക്കണേ. ഇതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വിളമ്പി തരുന്നത് ഞങ്ങളുടെ കുഞ്ഞൂസ്. ഓറഞ്ച് ഫോറസ്റ്റ് ഓക്കെ, കിട്ടുന്നത് ഓറഞ്ച് ഫ്ലവർ ഓറഞ്ച് ഫോറസ്റ്റ് ചോദിച്ചു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഞങ്ങളുടെ ലൊക്കേഷനിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണെന്ന് അറിയോ ഇതും നേരിട്ട് കാണാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ്, ഭയങ്കര പീസ്ഫുള്ളും ആണ് കേട്ടോ. ഞാനിടയ്ക്ക് ഇവിടുത്തെ കൊയ്ക്കാവ്സിനൊക്കെ രാവിലെയൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. കുറച്ച് നേരം അതിൻ്റെ കൂടെ സ്പെൻഡൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ. സൈഡിലൊരു ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്, ഭയങ്കര രസമാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തോണ്ടിരുന്നത് കേട്ടോ. കുറെ നാളുകളായിട്ട് എന്റെ കൂടെ നാത്തൂനായിട്ട് നിന്നും യുദ്ധം ചെയ്ത് ഇവിടെ അവിടെ മാത്രമാണ് യുദ്ധം ഇവിടെ ഇവിടെ വന്നു യുദ്ധിക്കാൻ വേണ്ടിട്ട് തുറന്നാക്കണല്ലോ. എന്താണ് അവസാനം ഇവിടെ ഞാൻ അഡ്വൈസ് ചെയ്തോണ്ടിരിക്കില്ലേ സർപ്രൈസ് പറഞ്ഞു. മറ്റേ ഹാപ്പി ബർത്ത്ഡേ ഒരു പില്ലോ പഞ്ഞു പോലത്തെ സാധനം അത്രേ ഉള്ളൂ. നല്ല രസമുണ്ടാ. ഹാപ്പി ബർത്ത്ഡേ കപ്പ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വെൽക്കം. കമ്മല് വേണ്ട ചേട്ടൻ പറഞ്ഞു, കുഴപ്പമില്ല. ഒരു നാടൻ ടച്ച് കൊടുക്കേ. ഞാൻ കാര്യമായിട്ടാ ചേട്ടനെ പറഞ്ഞ പ്രായത്തിന് മൂത്ത്. എന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. ലിമിറ്റഡ് എഡിഷനാ. താങ്ക് യു സോ മച്ച്. ഓപ്പൺ ചെയ്ത് അടിക്കാദ്യം. ഞാനേ എന്നെ സീരിയസ് ആയിട്ട് വിളിച്ചിട്ട് നമ്മള് പണി കൊടുക്കാൻ പിടിക്കാനാണെന്ന് അറിയില്ല കുട്ടിക്ക്. അല്ല മറ്റേ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെയല്ലേ. എന്തോ ഒരു വീഡിയോ ഞാൻ എല്ലാവർക്കും കൊത്തിയിരുന്ന് ഫോർവേഡ് ചെയ്ത്. അതെയോ? ഞാൻ പക്കത്തിൽ നോക്കി നിൽക്കാൻ ഞാൻ തുറക്കുന്നില്ല. ഇതൊരു വലിയ സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, ഫോൺ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാട്ടോ ഈ ഹൊറിസോണ്ടലിൽ എന്റെ വീഡിയോസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പെർഫ്യൂം പ്രാന്തി ആയതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ പെർഫ്യൂം ലെൻഡിൽ എഡിഷന്റെ എല്ലാവരും കൂടെ ഓർഡർ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര 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 സന്തോഷമായി. ഞാൻ ലൊക്കേഷനിൽ നിന്ന് വരുന്ന കോലാട്ടേക്കാണ് കുങ്കുമവും ജീൻസും ടോപ്പൊക്കെ ഇട്ട്. ഇന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ആട്ടോ ഈ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കെൻ്റെ ഓരോ ബർത്ത്ഡേയും ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എന്താ പറയുക, വർഷത്തിൽ ഒരിക്കലും വരുന്നൊരു കാര്യമല്ലേ.
അതിൽ കുറേ മെമ്മറീസ്. ഇപ്പം തന്നെ ഞാൻ ഈ വർഷം വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ വർഷം ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഞാൻ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങളുടെ വിഷസും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വിഷസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പറ്റാവുന്നതൊക്കെ സ്റ്റോറി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ തീരാനായി. അപ്പോൾ അതിന് മുൻപ് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകും. എൻ്റെ അമ്മേ അമ്മയ്ക്ക് എപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും രാവിലെ തൊട്ട് അത് തീരണത് വരെ അമ്മ ഇങ്ങനെ എന്നെ കാണുമ്പോ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് അത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ? അതെ. പക്ഷെ ഇന്നത്തെ ദിവസം ഇവളിങ്ങനെ അനുവദിക്കുള്ളൂ കേട്ടോ. സമ്മതിക്കില്ല. അതാണ് ഇന്നത്തെ ദിവസം അലൗഡ്. അമ്മ മുതലെടുക്കാനുള്ള സജ്ജി. അപ്പൊ ഞങ്ങൾ വേഗം പോയിട്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ. ഇത് ഞാൻ എനിക്ക് എന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഞാനൊരു പെന്നെ പാസ്തയും പിന്നെ ഒരു കോക്കും വാങ്ങിച്ചു. കോക്കൊന്നും ഞാൻ എപ്പോഴും കഴിക്കുന്ന ആളല്ല കേട്ടോ. ഇതുപോലെ ഒക്കേഷണലി ഈ പാസ്ത അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേനും ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞാൻ ഡയറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല അത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചടിക്കും. സോ ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ്. എല്ലാ കാര്യത്തിലും താങ്ക് യു ഓൾ ഫോർ മേക്കിംഗ് ദിസ് ഡേ സോ സ്പെഷ്യൽ. ആക്ച്വലി ഒരുപാട് ഗുഡ് സോൾസ് എന്നെ ചുറ്റിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ആൻഡ് ഗോഡ് ഹാസ് ഗിവൻ മീ അനദർ ഇയർ ടു ലിവ്, ലവ് ആൻഡ് ലവ്. ആൻഡ് ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ.